നമ്മുടെ ചാനൽ പണ്ട് തൊട്ടേ കാണുന്നവരാണെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ടാ ഇന്ന് കാക്ക മലർന്നു പറക്കൂന്ന് പറയും. എന്റെ അഭിപ്രായത്തിൽ ഈ മത്സരത്തിൽ നമ്മുടെ മാൻ ഓഫ് ദ മാച്ച് ലൂണയോ നോയോ ജീസസോ ഒന്നും അല്ല. ഇനി ഇതിനെ ചുറ്റിപ്പറ്റി എനിക്ക് എന്ത് നെഗറ്റിവിറ്റി കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല. വാട്സ്ആപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ഫുട്ബോൾ സെനറ്റ്. അങ്ങനെ പ്രീ മാച്ച് പ്രഡിക്ഷനുകളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ്സിനെ മലർത്തി അടിച്ചിരിക്കുകയാണ്. ഈ മത്സരത്തിന്റെ പ്രീവ്യൂ വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ നമ്മൾ നല്ല വൃത്തിക്ക് തോക്കും എന്നുള്ള പ്രഡിക്ഷനാണ് കണ്ടത്. അതിലാരെയും തെറ്റൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു പരിധി വരെ ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു ഈ ഒരു കളി ജയിക്കണമെങ്കിൽ നമുക്ക് വളരെയധികം പ്രയാസമായിരിക്കുമെന്ന്. എന്നാൽ ഈ ഒരു വിജയം നിങ്ങളെപ്പോലെ തന്നെ എന്റെയും പല മുൻധാരണകളെയും തുടച്ചു നീക്കുന്ന വിധത്തിലായിരുന്നു. അമിതമായിട്ട് ഹൈപ്പ് കൊടുക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷെ ഞാൻ ഈ പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ എടുത്തു പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അത് അനീതിയാവും. എനിക്കറിയാം ഈ വിജയം നമ്മൾ കയറേണ്ട ചവിട്ടുപടികളിൽ ആദ്യത്തേത് മാത്രമാണ്. ഇനി നമ്മൾ നേരിടാൻ പോകുന്ന ഓരോ എതിരാളികളും നമ്മുടെ വീഴ്ചകളിൽ നമ്മെ നോക്കി ചിരിക്കാൻ ആദ്യം ഓടി എത്തുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. പക്ഷെ ഇനി നമ്മൾ നേരിടാൻ പോകുന്ന ഓരോ എതിരാളിയുടെയും കണ്ണിൽ നോക്കി തിരുമ്പി വന്നിട്ടെന്ന് ധൈര്യമായിട്ട് ചൊല്ലാം. നമ്മുടെ ഈ തകർപ്പൻ വിജയത്തിൽ നിന്ന് ഞാൻ പഠിച്ച 5 കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്ന ചെന്നൈയിൻ ഫാൻസിന് ഒരു ചെറിയ മെസ്സേജ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഒരുപാട് പേര് കമന്റ് ചെയ്തു. അതിൽ ചിലരൊക്കെ എന്നോട് ചോദിച്ചു ചെന്നൈയിൻ എഫ്സിയുടെ വീഡിയോസും കൂടെ ചെയ്തുകൂടെയെന്ന്. ഈ ചാനലിന്റെ വിഷൻ ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രം കവർ ചെയ്യുക എന്നുള്ളതല്ല. പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് ആഴ്ചയിൽ ഒരു വീഡിയോ തന്നെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് വളരെ പാടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ജോലിയിൽ നിന്ന് ഒഴിവ് സമയം കിട്ടുമ്പോഴാണ് വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്നത്. അന്ന് തന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനും ശ്രമിക്കും. ഇപ്പൊ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു സ്പേസ് വരെ റെന്റ് ഔട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രീ ആകുമ്പോൾ ഈ സ്പേസ് അവൈലബിൾ ആവണമെന്നില്ല. ഇപ്പൊ തന്നെ FC ഗോവയായിട്ടുള്ള പ്രീ മാച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ടൈം നമ്മുടെ കയ്യിലില്ല. ഈ പ്രശ്നം കൊണ്ടാണ് ഞാനിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടന്റ് മാത്രം ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എനിക്ക് കുറച്ചുകൂടെ സമയം തരണം. ഡിസംബർ ജാനുവരിക്കുള്ളിൽ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ മത്സരത്തിൽ നിന്ന് ഞാൻ പഠിച്ച 5ാമത്തെ കാര്യം, നമ്മുടെ ചാനൽ പണ്ട് തൊട്ടേ കാണുന്നവരാണെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ടാ ഇന്ന് കാക്ക മലർന്നു പറക്കൂന്ന് പറയും. ഇപ്പൊ തന്നെ ചിലർക്കൊക്കെ കാര്യം മനസ്സിലായി കാണും. അതെ, സന്ദീപ് സിംഗ് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. കളിയുടെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ സന്ദീപ് സിംഗ് ഹേസസ് ഹിമെനസിന് ഒരു ഏർലി ക്രോസ് നൽകിയിരുന്നു. ആ ഹെഡർ പോസ്റ്റിൽ തട്ടിപ്പോയി. പക്ഷെ ആ ക്രോസിന്റെ കർവും വെയിറ്റും ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു. എന്നാൽ എന്നെ ഇംപ്രസ് ചെയ്തത് ഈ ക്രോസ് അല്ല. സന്ദീപ് ഈ മത്സരത്തിലുടനീളം ഡിഫൻസിൽ കാണിച്ച ഒരു പ്രോ ആക്റ്റീവ് നേച്ചർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മുടെ മുമ്പിലേക്ക് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് 2 രീതിയിൽ അതിനെ നേരിടാം. ഒന്നില്ലെങ്കിൽ പ്രോ ആക്റ്റീവ് അല്ലെങ്കിൽ റിയാക്റ്റീവ്. ഇതൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയല്ലോ. നിങ്ങൾ ഈ വട ഉണ്ടാക്കുന്നത് കണ്ടുണ്ടോ? അതിങ്ങനെ ചൂടെണ്ണയിൽ കിടന്ന് വെന്ത് വരുമ്പോഴത്തേക്കും കരിഞ്ഞു പോകുന്നതിന് മുമ്പ് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അതാണ് പ്രോ ആക്റ്റീവ്. അല്ലാതെ നമ്മൾ അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കുകയാണെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇങ്ങനെ കരിഞ്ഞിട്ട് മറിച്ചിടുന്നതിനെയാണ് റിയാക്റ്റീവ് എന്ന് പറയുന്നത്. ഈ ഒരു എക്സാമ്പിൾ ചിലർക്കൊക്കെ ഹർട്ട് ആവുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇതിലും സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. നമ്മൾ ഹൈദരാബാദിനെതിരെ തോറ്റ മത്സരത്തിൽ വഴങ്ങിയ ആദ്യ ഗോൾ എടുത്തു നോക്കുകയാണെങ്കിൽ സന്ദീപ് വളരെ റിയാക്റ്റീവ് ആയിട്ട് കളിക്കുന്നത് നിങ്ങൾക്ക് കാണാനാവും. ചുങ്കാഹമാർ ആ പാസ് കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ സന്ദീപ് വളരെ ടൈറ്റ് ആയിട്ട് ആ പാസിംഗ് ചാനൽ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഈ ഒരു മത്സരത്തിൽ സന്ദീപ് വളരെ പ്രോ ആക്റ്റീവായി ഇർഫാൻ യാദ്വാദിന്റെ ഒക്കെ മുന്നേറ്റങ്ങൾ മുളയിലെന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ടാക്ലിംഗ് ആയാലും പൊസിഷണൽ അവയർനെസ് ആയാലും ഈ സീസണിൽ മുമ്പൊന്നും കാണാത്ത ഒരു ക്വാളിറ്റി പെർഫോമൻസ് ആയിരുന്നു സന്ദീപിൽ നിന്ന് നമുക്ക് കാണാനായത്. ഞാൻ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഒരു പെർഫോമൻസ് കൊണ്ട് മാത്രം സന്ദീപ് എല്ലാം തികഞ്ഞൊരു റൈറ്റ് ബാക്ക് ആയി എന്നല്ല അർത്ഥം. സാധാരണ ഒരു സീസണിൽ ഇതുപോലത്തെ 2-3 പെർഫോമൻസുകളാണ് സന്ദീപിന്റെ സ്ഥിരം കോട്ട. അത് കഴിഞ്ഞാൽ പുള്ളി പഴയതുപോലെ ആവും. എന്തായാലും പ്രബീർ ദാസും ഐബാനും ഒക്കെ തിരിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു ലെവല് കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താലേ സന്ദീപിന് റെഗുലർലി നമ്മുടെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഒരു ഇടം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ദൈവത്തെ ഓർത്ത് ഇത് കണ്ടിന്യൂ ചെയ്യാൻ എന്റെ പൊന്നുബായി എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പോയിന്റ് നമ്പർ 4, ഇനി പറയാനുള്ളത് നോവ സദൌയെ കുറിച്ചാണ്. ഒഡീഷ FC-ക്കെതിരെയുള്ള മത്സരത്തിന് ശേഷമാണെന്ന് തോന്നുന്നു നോവയുടെ പ്ലേയിങ് സ്റ്റൈലിനെ കുറിച്ച് ഞാനൊരു കാര്യം എടുത്തു പറഞ്ഞിരുന്നു. അതിനോട് 99% ആൾക്കാരും യോജിക്കുകയും ചെയ്തു. ഹേസസ് ഹിമെനസ് ഒരു ബെറ്റർ പൊസിഷനിലായിട്ടും നോവ കുറച്ച് സെൽഫിഷായി ചാൻസുകൾ അറ്റംപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ നോട്ട് ചെയ്ത ആ കാര്യം. പക്ഷേ അന്നും നമ്മളെല്ലാവരും സമ്മതിച്ചു കൊടുത്ത ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ടീമിൽ ഒറ്റയ്ക്കൊരു കളി ജയിപ്പിക്കാൻ കഴിവുള്ള ഒരേ ഒരു പ്ലെയർ നോവയാണ്.
അതിലൊരു മാറ്റവും വന്നിട്ടില്ല. പക്ഷെ മാറ്റം വന്നത് നമ്മൾ നേരത്തെ വളരെ ആശങ്കയോടുകൂടി നോക്കിയ ആ ഒരു സെൽഫിഷ് നേച്ചറിലാണ്. രാഹുൽ കെപിക്ക് നോവ നൽകിയ അസിസ്റ്റ് കൊണ്ട് മാത്രമല്ല ഞാനിത് എടുത്തു പറയുന്നത്. നിങ്ങൾ കളി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നോവ ഈ മാച്ചിന്റെ തുടക്കം മുതൽ ലെഫ്റ്റിൽ നിന്നും കട്ടിങ് ചെയ്യാൻ നോക്കാതെ ഒരുപാട് ക്രോസുകൾ നൽകാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഈ ക്രോസുകളൊന്നും താൻ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനായില്ലെങ്കിലും തീർച്ചയായും നോവ അതിനായി കഠിനമായി തന്നെ പരിശ്രമിച്ചു. സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ച ഒരു ട്രയോയാണ് നോവ ലൂണ ജീസസ്. ഇവർ തമ്മിലുള്ള സിങ്ക് ആയിരുന്നു ഇതുവരെയുള്ള പ്രശ്നം. പക്ഷേ നോവയുടെ ഈ ഒരു മെന്റാലിറ്റി ചേഞ്ച് വളരെ വലിയൊരു പോസിറ്റീവ് സിഗ്നൽ ആണ്. ഈ മത്സരത്തിന്റെ സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ നോവ പിന്നെയും കുറച്ച് ഡയറക്റ്റായി കോൺഫിഡന്റ്ലി കളിക്കാൻ ശ്രമിച്ചിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് രാഹുലിനുള്ള അസിസ്റ്റ് ഒക്കെ വന്നത്. എന്ന് വെച്ച് നോവ ഇനി ഒരിക്കലും കോൺഫിഡന്റ് ആയി ഒറ്റയ്ക്ക് ഷോട്ടുകൾ അറ്റംപ്റ്റ് ചെയ്യരുത് എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. അത് തീർച്ചയായിട്ടും ചെയ്യണം. അത് തന്നെയാണ് പുള്ളിയുടെ നാച്ചുറൽ ഗെയിമും. ഈ സീസണിൽ ഇനിയും ചില മത്സരങ്ങളിൽ നോവയുടെ ഈ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് നമുക്ക് ആവശ്യം വരും. ഈ ഒരു കാര്യത്തിൽ നമ്മുടെ മുന്നിൽ ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ ഒന്നുമില്ല. നോവയുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ ടീംമേറ്റ്സിന്റെ കൂടെ ലിങ്കപ്പ് ചെയ്ത് കളിക്കാനുള്ള ആ ഒരു എബിലിറ്റി നമുക്ക് ആവശ്യമുണ്ട്. ഇതിന്റെ നടുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബാലൻസ് നോവയ്ക്ക് കണ്ടെത്താനാവുകയാണെങ്കിൽ നമ്മൾ സേഫ് ആണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിയുമ്പോഴാണ് ചെറിയൊരു പ്രശ്നം. ഇനി പോയിന്റ് നമ്പർ 3, ചെന്നൈയിൻ എഫ്സിക്കെതിരെയുള്ള ഈ ഒരു വിജയത്തിന് ഒരല്പം മധുരം കൂടാൻ കാരണം അതിൽ എഡ്രിയൻ ലൂണയുടെ പങ്ക് തന്നെയാണ്. ഈ മനുഷ്യനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച എല്ലാവർക്കും ഇപ്പൊ ശ്വാസം നേരെ വീണിട്ടുണ്ടാവും. കളിയുടെ തുടക്കം മുതൽ തന്നെ ലൂണയുടെ എനർജിയിലും മൂവ്മെന്റിലും ഒരുപാട് പോസിറ്റിവിറ്റി ഫീൽ ചെയ്തു. ബോക്സിലേക്ക് റണ്ണുകൾ മേക്ക് ചെയ്യാനും വൈഡ് ഏരിയയിൽ നിന്ന് ക്രോസുകൾ ഇടാനും ലൂണ ഒരു മടിയും കാണിച്ചില്ല. ഫസ്റ്റ് ഹാഫിൽ നോവയ്ക്ക് നൽകിയ ലോ ക്രോസ് മുഹമ്മദ് നവാസിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഗോൾ ആവാതിരുന്നത്. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡായ റൈറ്റ് വിങ്ങിൽ നിന്നും ലൂണ നൽകിയ ക്രോസിലൂടെയാണ് കോറു ഹിമനേസിനെ കണ്ടെത്തിയതും നമ്മുടെ ആദ്യ ഗോൾ പിറന്നതും. അധികം വൈകാതെ നോവയ്ക്ക് ഒരു ത്രൂ ബോളിലൂടെ ലൂണ തന്റെ അസിസ്റ്റും കരസ്ഥമാക്കി. ഇങ്ങനെ ഒരു പെർഫോമൻസിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിരുന്നത്. ഹൈദരാബാദ് എഫ്സിക്കെതിരെയുള്ള തോൽവിക്ക് ശേഷം ലൂണ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ ഡിഫിക്കൽട്ട് സിറ്റുവേഷനും ഈ ടീം ഒരുമിച്ച് മറികടക്കും. ആർക്ക് നേരെയും കൈ ചൂണ്ടാനുള്ള സമയമല്ല ഇത്. ഇനി നിങ്ങൾക്ക് ആരെയെങ്കിലും ചൂണ്ടി കാണിക്കണമെങ്കിൽ ആ ചൂണ്ടുവിരൽ എനിക്ക് നേരെ നീട്ടിക്കോളൂ എന്നായിരുന്നു ലൂണയുടെ മെസ്സേജിന്റെ അർത്ഥം. പ്രതിസന്ധികളിൽ ഓടി ഒളിക്കാതെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് പിച്ചിൽ മായാജാലം സൃഷ്ടിക്കുന്ന ലൂണയെ വീണ്ടും നമുക്ക് തിരിച്ചു കിട്ടി എന്ന് പറയാമെന്ന് ഞാൻ ആദ്യം ഓർത്തു. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത്, പുള്ളി എവിടെയെങ്കിലും പോയാലല്ലേ തിരിച്ചു വരേണ്ട കാര്യമുള്ളൂ. നമ്മുടെ മാന്ത്രികൻ എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഇനി അങ്ങോട്ടും ഇവിടൊക്കെ തന്നെ കാണും, എന്നും എപ്പോഴും ഈ ടീമിന്റെ പടനായകനായി. അടുത്ത പോയിന്റിലേക്ക് കടക്കാം. ഒടുവിൽ നമ്മൾ ആ ഒരു മൊമെന്റിനും സാക്ഷികളായി. രാഹുൽ കെപിയുടെ ബൂട്ടിൽ നിന്ന് പറന്ന ആ ഗോൾ ചെന്നൈയിൻ എഫ്സിയുടെ നെഞ്ചത്തടിച്ച അവസാനത്തെ മുള്ളാണി. ഈ ഗോൾ രാഹുൽ അടിച്ചപ്പോൾ അതിൽ വലിയ കാര്യമൊന്നുമില്ല, കളി ഓൾറെഡി ജയിച്ചിരുന്നു, ആ സ്ഥാനത്ത് സച്ചിൻ ആയിരുന്നെങ്കിലും ഗോൾ അടിച്ചേനെ എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ അവനെ പ്രശംസിക്കണ്ട, പക്ഷെ വെറുതെ അടിച്ചു താഴ്ത്താനും നിൽക്കരുത്. ബെഞ്ചിൽ നിന്നിറങ്ങിയ രാഹുൽ കൊണ്ടുവന്ന എനർജി നമ്മളെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഈ മത്സരത്തിൽ നമ്മുടെ രണ്ടാമത്തെ ഗോൾ പിറക്കുന്നതിന് മുമ്പ് ആ ബോൾ ലൂണയിലേക്ക് എത്താൻ കാരണം രാഹുൽ കെപി എന്ന ഒറ്റ പ്ലെയറിന്റെ ഇടപെടൽ കൊണ്ടാണ്. ആ ഒരു ഇന്റർസെപ്ഷൻ രാഹുൽ നടത്തിയതുകൊണ്ട് തന്നെ ലൂണയ്ക്ക് ആ ബോൾ നോവയിലേക്ക് എത്തിക്കാൻ വളരെ സിമ്പിൾ ആയിരുന്നു. പിന്നെ രാഹുലിന്റെ ഗോളിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് ലീഡ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആ ഒരു പൊസിഷനിലേക്ക് ഓടിയെത്തി ആ ബോൾ വലയിലാക്കാൻ കാണിച്ച പ്രസൻസ് ഓഫ് മൈൻഡിന്റെ പിന്നിൽ ഒരു എഫേർട്ട് ഉണ്ട്. ആ ഒരു എഫേർട്ട് തീർച്ചയായിട്ടും കയ്യടി അർഹിക്കുന്നു. സന്ദീപിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പെർഫോമൻസിന്റെ മൈലേജിൽ ഫുൾ സീസൺ ഓടാം എന്ന് രാഹുൽ വിചാരിക്കരുത് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ പയ്യന്റെ ഗോളിനായി നമ്മൾ ആരാധകരെ പോലെ തന്നെ ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് താരവും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ഗോൾ സെലിബ്രേഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. നമ്മുടെ ഗോൾ പോസ്റ്റിൽ നിന്ന് സച്ചിൻ സുരേഷ് വരെ പിച്ചിന്റെ ഫുൾ ലെങ്ത് ഓടി രാഹുലിനെ വന്ന് കെട്ടിപ്പിടിച്ചു. ആ ഒരു കാഴ്ച ഈ ഒരു ഗോള് രാഹുലിനും കേരള ബ്ലാസ്റ്റേഴ്സിനും എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ ഈ ഒരു പെർഫോമൻസ് കൊണ്ട് മാത്രം രാഹുലിന് സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് തിരിച്ചു വരാനാവില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കോറു സിംഗ് തന്നെ റൈറ്റ് വിങ്ങിൽ തുടരണം എന്ന് ഇതിനോടകം തന്നെ ആ 17-കാരനും തെളിയിച്ചു കഴിഞ്ഞു. ബട്ട് രാഹുലിന്റെ സെൽഫ് ബിലീഫിന് ഈ ഗോൾ നൽകാൻ പോകുന്ന ബൂസ്റ്റ് ചെറുതൊന്നുമല്ല, അത് ഉറപ്പാണ്. പോയിന്റ് നമ്പർ 1, ഇനി ഈ മാച്ചിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി തന്ന കാര്യം, എന്റെ അഭിപ്രായത്തിൽ ഈ മത്സരത്തിൽ നമ്മുടെ മാൻ ഓഫ് ദ മാച്ച് ലൂണയോ നോവയോ ജീസസോ ഒന്നും അല്ല. ഇനി ഇതിനെ ചുറ്റിപ്പറ്റി എനിക്ക് എന്ത് നെഗറ്റിവിറ്റി കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ മാൻ ഓഫ് ദ മാച്ച് ഫ്രെഡിയാണ്. ഈ സീസണിൽ നമ്മൾ ആരും ഇതുവരെ ഫ്രെഡിയെക്കുറിച്ച് ഒരു പോസിറ്റീവും പറഞ്ഞിട്ടില്ല. വെറും 22 വയസ്സുകാരനായ ഈ താരം പക്ഷേ ചെന്നൈയിൻ എഫ്സിക്കെതിരെ പുറത്തെടുത്ത പെർഫോമൻസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കില്ല.
എൻ്റെ പ്രഡിക്റ്റഡ് ലൈനപ്പിൽ പോലും ഫ്രെഡിയെ മെൻഷൻ ചെയ്തിരുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ട് ഈ ടീമിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായി തനിക്ക് തുടരാനാവും എന്നാണ് ഈ മിസോറാംകാരൻ തെളിയിച്ചിരിക്കുന്നത്. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ചെയ്യേണ്ട റോള് ഫ്രെഡി വളരെ ഭംഗിയായി തന്നെ നിർവഹിച്ചു. അതിൽ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് വിൽമർ ജോർഡനെ പിന്നിൽ നിന്ന് ടാക്കിൾ ചെയ്ത് വളരെ ക്ലീൻ ആയി ബോൾ വിൻ ചെയ്ത ആ ഒരു മൊമെന്റ് ആയിരുന്നു. ആ ടാക്കിളിന്റെ ടൈമിംഗ് ഒരു പൊടിക്ക് മാറിയിരുന്നെങ്കിൽ അത് വേണമെങ്കിൽ ഒരു റെഡ് കാർഡ് വരെ മേടിച്ചു തന്നെ. പക്ഷെ ഫ്രെഡി അത് വളരെ സിമ്പിൾ ആയിട്ട് ഡീൽ ചെയ്തു. ജീക്സിന് ശേഷം നമ്മുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായി ഇനി ആര് എന്നുള്ളൊരു ചോദ്യമാണ് സീസണിന്റെ തുടക്കം മുതലേ നമ്മൾ അലട്ടിക്കൊണ്ടിരുന്നത്. ഈ ഒരു പെർഫോമൻസിലൂടെ ആ വിടവ് നികത്താൻ ഫ്രെഡി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതിലും വലിയ പരീക്ഷണങ്ങൾ തീർച്ചയായിട്ടും ഫ്രെഡിക്ക് നേരെ വരും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഫ്രെഡിയുടെ ബെസ്റ്റ് ക്വാളിറ്റി അവന്റെ കോട്ടം തട്ടാത്ത കോൺഫിഡൻസും അതിജീവനവുമാണ്. കഴിഞ്ഞ സീസണിൽ വളരെ സീരിയസ് ആയ ഒരു ബൈക്ക് ആക്സിഡന്റിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്ന പ്ലെയറാണ് ഇദ്ദേഹം എന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികൾ ഫ്രെഡിക്ക് പുത്തരിയല്ല. ഞാൻ എന്തുകൊണ്ട് ഈ പെർഫോമൻസിന് ഇത്രയധികം ഹൈപ്പ് കൊടുക്കുന്നു എന്ന് നിങ്ങൾ ഇപ്പോഴും ആലോചിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനെ കുറിച്ചാണ് നിങ്ങളോട് പറയാനുള്ളത്. ഒരു സെന്റർ ബാക്കിനെ റൈറ്റ് ബാക്കായി കളിപ്പിക്കാം, റൈറ്റ് ബാക്കിനെ ലെഫ്റ്റ് ബാക്കിൽ ഇടാം, സെന്റർ മിഡിനെ സെന്റർ അറ്റാക്കിംഗ് മിഡ് ആക്കാം, സ്ട്രൈക്കറെ വിങ്ങറും ആക്കാം. ഇതൊക്കെ നമ്മൾ ഈ സീസൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പ്രോപ്പർ ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ ജോലി ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിന് മാത്രമേ ഭംഗിയായി നിർവഹിക്കാനാവൂ. അതുകൊണ്ട് തന്നെയാണ് ഈ മാച്ചിൽ എൻ്റെ മാൻ ഓഫ് ദ മൊമെന്റ് ഫ്രെഡി ആണെന്ന് ഞാൻ എടുത്തു പറയുന്നത്. ഈ വീഡിയോയിൽ ഞാൻ എന്തുകൊണ്ടാണ് ഹേസൂസ് ഹിമെനസിനെ പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഹേസൂസിന്റെ പെർഫോമൻസിനെ കുറിച്ച് ചില സംശയങ്ങളൊക്കെ ആദ്യം ഉയർന്നപ്പോൾ അദ്ദേഹത്തിന്റെ ക്വാളിറ്റികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞാണ്. അതൊക്കെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സച്ചിൻ സുരേഷിന്റെ തിരിച്ചുവരവും ഒരു വലിയ ആശ്വാസമാണ്. കാരണം ഈ മത്സരത്തിൽ നമ്മൾ ക്രോസുകളും സെറ്റ് പീസുകളും ഹാൻഡിൽ ചെയ്തതിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്തായാലും ഗോവയ്ക്കെതിരെയുള്ള അടുത്ത മത്സരത്തിലേക്ക് നമുക്ക് ഒരു കൊട്ട പോസിറ്റിവിറ്റി ആയിട്ട് പോവാം. കാരണം ചെന്നൈനെ തോപ്പിക്കാനാവുമെങ്കിൽ ഗോവനെ നമുക്ക് തോപ്പിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായി എന്നാരെങ്കിലും നിങ്ങളോട് ചോദിച്ചെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് തിരുമ്പി വന്നിട്ട് എന്ന് ചൊല്ല്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.